നമസ്കാരം, ഞാൻ ഡോക്ടർ ചിപ്പി ബേസിൽ. ഇതെൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ ബേസിൽ ബാബു. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് റിട്ടയർമെൻറ്റ് ലിവിങ് എങ്ങനെ ആനന്ദകരമാക്കാമെന്നും ടാബോർ ഗ്ലോറിയസ് റിട്ടയർമെൻറ്റ് ലിവിങ് എന്ന ഞങ്ങളുടെ പുതിയ പദ്ധതിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ടാബോർ റിട്ടയർമെൻറ്റ് ലിവിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ ഡോക്ടർ ബേസിൽ ബാബു ഈ ആശയം നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നതാണ്. നമസ്കാരം. മാറുന്ന ലോകം, മാറാത്ത മനുഷ്യൻ. എന്നും നമ്മൾ ഈ ഓട്ടത്തിൻ്റെ പുറകിൽ ആയിരിക്കുമ്പോൾ മറന്നു പോകുന്ന ഒന്നാണ് ജീവിക്കാൻ. മിക്കപ്പോഴും നമ്മുടെ പ്രായം കിടന്നു പോകുന്ന നമ്മളറിയില്ല. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കുന്നൊരു സമയമായിരിക്കും വാർദ്ധക്യം. ഒരു 60കളുടെ അപ്പുറത്തേക്കാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് കാച്ചിക്കുറുക്കി ഒന്ന് സംഗ്രഹിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും ജോലിയുടെയും മറ്റ് ബുദ്ധിമുട്ടുകളുടെയും ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ വളരെയധികം കാണുക. ഇതിൽ നമുക്ക് അവരൊരിക്കലും തെറ്റു പറയാനായിട്ട് പറ്റത്തില്ല. കാരണം ജോലി സാധ്യത പുറം രാജ്യങ്ങളിൽ വളരെ മെച്ചപ്പെട്ട രീതിയിലും പ്രത്യേകിച്ച് മലയാളികളെ ലോകം മൊത്തമായിട്ട് വെൽക്കമിങ് ചെയ്യുന്ന ഒരു അവസ്ഥയും നമ്മുടെ നാട്ടിലുണ്ട്. ഇങ്ങനെ വരുമ്പോൾ പെട്ടുപോകുന്ന ഒരു കാര്യം എന്നുള്ളത്, ഇവരെ പഠിപ്പിച്ച് ഇവരെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ ആരുടെ അടുത്ത് സുരക്ഷിതമായി ഏൽപ്പിക്കും എന്നൊരു ചോദ്യം ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നു. ഇവിടെയാണ് റിട്ടയർമെൻറ്റ് ഹോംസിൻ്റെ പ്രസക്തി കേരളം എന്ന നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തിലേക്കും വരുന്നു. ടാബോർ ഹോംസ് എന്ന ഈ ഗ്ലോറിയസ് റിട്ടയർമെൻറ്റ് പ്രോജക്റ്റ് തുടങ്ങുവാൻ ആസ്പദമായ ചിന്ത എൻ്റെ മനസ്സിൽ വരുന്നത് 4 വർഷങ്ങൾക്ക് മുമ്പാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ആ കൂട്ടുകാരൻ്റെ അമ്മ, എൻ്റെ ഫ്രണ്ട് കാനഡയിലാണ്. അമ്മയെ അവൻ നാട്ടിലൊരു നല്ല വീടൊക്കെ ഉണ്ടാക്കി അമ്മയെ വീട്ടിലാക്കി അതിൻ്റെ ഒപ്പം ഹോം നേഴ്സിനെ നിർത്തിയിട്ട് പോയിരിക്കുക. ആശുപത്രിയിൽ ഈ അമ്മയെ കൊണ്ടുവരുമ്പോൾ ഈ അമ്മയുടെ ശരീരത്തിലൊക്കെ ഒരുപാട് സ്ഥലത്ത് ചുവന്ന പാടുകൾ. ഇപ്രകാരം ഈ ചുവന്ന പാടുകളൊക്കെ കാണുമ്പോൾ ഞങ്ങളും കൂടെ ഉണ്ടായിരുന്ന നഴ്സുമാർക്കൊക്കെ സംശയം തോന്നി. എന്നാൽ കൂടെ ഉണ്ടായ ഹോം നേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഈ അമ്മ അധികം സംസാരിക്കില്ല, എപ്പോഴും ഈ സ്ട്രോക്ക് വന്നുകൊണ്ട് ഉള്ളിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവും, പക്ഷേ പുറത്തേക്കൊന്നും പ്രകടിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. ഞങ്ങളുടെ ഭാഷയിൽ ഒരു ലോക്ക്ഡ് ഇൻ സിൻഡ്രോം എന്ന് പറയും. ജയിലിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പോലത്തെ ഒരവസ്ഥ. എല്ലാം അറിയാം, പക്ഷേ പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, നമുക്കൊരു ചെറിയൊരു ക്യാമറ വെച്ച് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്ന് നിരീക്ഷിക്കുന്നത് നല്ലതായിരിക്കില്ലേ? കാരണം വീഴുന്നതാണോ വേറെ എന്തെങ്കിലും പറ്റുന്നതാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റത്തില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ നമ്മളൊരു ക്യാമറ വെച്ച് നോക്കിയപ്പോൾ ശരിക്കും അവിടെ ഉണ്ടാവുന്നൊരവസ്ഥ എന്നുള്ളത്, ഈ മാതാവ് അറിയാത്ത സമയത്ത് ടോയ്ലറ്റിൽ പോവുകയും എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനം ചെയ്യുമ്പോഴൊക്കെ ഈ കൂടെ ഉണ്ടായിരുന്ന ഏൽപ്പിച്ചു കൊടുത്ത ഹോം നേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രവർത്തന ദോഷമാണ് ഈ ശരീരത്തിലെ പാടുകൾക്കൊക്കെ കാരണമെന്ന് മനസ്സിലായി. അന്ന് ആ മകൻ കണ്ണു നിറഞ്ഞുകൊണ്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഇനി ഞാൻ എന്ത് ചെയ്യൂടാ, ഞാൻ എവിടെ ഏൽപ്പിക്കും? ഇത് പല NRIസിൻ്റെയും പല മക്കളുടെയും ഹൃദയത്തിലെ ചോദ്യമാണ്. അന്നത്തെ ഇൻസിഡൻറ്റ് ഞാൻ വീട്ടിൽ പോയി എൻ്റെ പിതാവിനോടും, എൻ്റെ പിതാവ് CG ബാബു, അദ്ദേഹമാണ് ടാബോറിൻ്റെ ഫൗണ്ടർ ചെയർമാൻ, എൻ്റെ ഭാര്യ, എൻ്റെ അമ്മ, ഇവരെല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്യണ്ടായി. ഇവരെല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ഇവരെല്ലാം പറഞ്ഞു, ഇത് ഇന്നത്തെ കാലത്തെ ആവശ്യമാണ്. നമ്മൾ നാട്ടിലൊരു പദ്ധതി തുടങ്ങുമ്പോൾ അത് നാടിന് ഗുണകരമാകണം, മനുഷ്യന് ഗുണകരമാകണം. എന്നാലേ നമ്മുടെ ജീവിതം കൊണ്ട് നന്മയുണ്ടാവും എന്നൊരു അഭിപ്രായം എൻ്റെ പിതാവ് പറയുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾക്ക് 4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാഴ്ചപ്പാട് കിട്ടുകയും എന്നാൽ
അത് പ്രാവർത്തിക തലത്തിലേക്ക് വരാനുണ്ടായ കാരണം എന്നുള്ളത് ഞങ്ങൾ ദൈവകൃപയാൽ പരിചയപ്പെട്ട ഒരു വ്യക്തിത്വം ഫാദർ സാമുവൽ അച്ഛൻ കേരള സർക്കാരിൻ്റെ പകൽ വീട് എന്ന് പറഞ്ഞ പദ്ധതി, ഇന്ന് കേരള സർക്കാർ ഏറ്റെടുത്തിരിക്കുന്ന പദ്ധതിയാണ്, എന്നാൽ അത് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് തുടങ്ങിയത് സാമുവൽ അച്ഛനാണ്. സാമുവൽ അച്ഛൻ അദ്ദേഹത്തിൻ്റെ വൃദ്ധരായ മാതാപിതാക്കളോടും സീനിയർ സിറ്റിസനോടും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഞങ്ങളെ വല്ലാതെ അങ്ങ് ഇൻസ്പയർ ചെയ്തു. നാളെ നമ്മളും എത്തുന്ന അവസ്ഥയാണ് വാർദ്ധക്യം എന്ന് പറഞ്ഞൊരു ചിന്ത ഞങ്ങളുടെയും ഉള്ളിൽ വന്നു. മിക്കപ്പോഴും നാട്ടിൽ പറയുന്ന പോലെ ഈ പഴുത്തല വീഴുമ്പോൾ പച്ചല ചിരിക്കുന്നൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ. ഇതിൽ നിന്ന് വിഭിന്നമായി ഞങ്ങളൊന്ന് മാറി ചിന്തിച്ചു, എന്തുകൊണ്ട് നമുക്ക് ഈ മാതാപിതാക്കളുടെ അപ്പനും അമ്മയും ആയിക്കൂടാ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് താബോർ ദ ഗ്ലോറിയസ് റിട്ടയർമെൻറ്റ് ലിവിങ്. ഇതിൽ പ്രധാനമായും പ്രവർത്തിക്കുന്നത് എളിയവനായ ഞാനും എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായിട്ടുള്ള ഡോക്ടർ ചിപ്പിയും. ഞാൻ ക്രിട്ടിക്കൽ കെയർ വിഭാഗം ഫിസിഷ്യനാണ്. എൻ്റെ ഭാര്യ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ സൈക്യാട്രിസ്റ്റാണ്. എൻ്റെ പെങ്ങൾ ഡോക്ടർ ബിന്ധ്യ ബാബു സ്വാന്തല ഹോസ്പിറ്റലിലെ സൈക്യാട്രിസ്റ്റാണ്. പിന്നീട് ഞാൻ പറഞ്ഞു, എൻ്റെ പിതാവിനെക്കുറിച്ച് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഞങ്ങൾക്കിതിനകത്തൊക്കെ മാർഗനിർദ്ദേശം നൽകുകയും ചുറ്റുമുള്ള മനുഷ്യനോട് ഈർപ്പത്തോടുകൂടി പെരുമാറുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്ത ഞങ്ങളുടെ മാതാവ് ചിന്നമ്മ ബാബു, സാമുവൽ അച്ഛൻ്റെ വൈഫായിട്ടുള്ള പ്രിയപ്പെട്ട ഡോക്ടർ റേച്ചൽ സാമുവൽ മാഡം ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ എന്ന സ്പെഷ്യാലിറ്റിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടർ സ്റ്റീഫൻ, അദ്ദേഹം CMC വെല്ലൂരിൽ നിന്ന് ജീറിയാട്രിക് മെഡിസിൻ, പ്രായമായവരെ നോക്കുന്നതിന് വേണ്ടി മാത്രം പഠിച്ചിരിക്കുന്ന ഒരു ഡോക്ടർ കൂടിയാണ്. അപ്പോൾ ഇത്തരം മഹൽ വ്യക്തിത്വങ്ങളുമായിട്ടുള്ള കണ്ടുമുട്ടലാണ് ശരിക്കും ഇപ്രകാരമുള്ളൊരു താബോർ ഹോംസിൻ്റെ പ്രാക്ടിക്കൽ വെർഷനിലേക്ക് വരുവാനുണ്ടായ കാരണം എന്നുള്ളത്. താബോർ ഹോംസ് ദൈവം കൃപ ചെയ്ത് ഞങ്ങളൊരു 3 ഫേസ് ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഒന്നാമത്തെ ഫേസ് എന്നുള്ളത് പള്ളിക്കര ചക്കാലമുകൾ പ്രദേശത്ത് വളരെ പ്രകൃതി രമണീയമായി തോടിൻ്റെ സൈഡിൽ, അപ്പുറത്തെ സൈഡ് പാടം, തൊട്ടപ്പുറത്ത് തോട്, അവിടെ നിന്ന് ചൂണ്ടയൊക്കെ ഇടാം. ആ വഴിയോരം നടക്കാൻ വളരെ നല്ല സ്ഥലമാണ്. അതോടൊപ്പം തന്നെ പൊല്യൂഷൻ ഒട്ടുമില്ല. ഇങ്ങനെ ഒരു സ്ഥലമാണ് ആദ്യത്തെ നമ്മുടെ പ്രോജക്റ്റിന് വേണ്ടി തിരഞ്ഞെടുത്തത്. ഇതിൻ്റെ പണി ഏകദേശം പൂർത്തിയായി വരുന്നു. ഇതിൻ്റെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു. ഫേസ് 2 എന്നുള്ളത് കുറച്ചുകൂടി ലക്ഷറീസ് ആയിട്ടുള്ള എല്ലാ മോഡേൺ ഫെസിലിറ്റീസ് ഉൾക്കൊള്ളുന്ന ഒരു പ്രോജക്റ്റായിരിക്കും. ഫേസ് 1 പക്ഷേ എക്കണോമിക്കലാണ്, നമുക്ക് സാധാരണ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആണ് ഫേസ് 1 നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. അവിടെ ഞങ്ങളുടെ പാഷൻ തന്നെയാണ് ഞങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് ഒരു പ്രസ്ഥാനമായിട്ടോ ബിസിനസ്സായിട്ടോ അല്ല ഞങ്ങളിത് ആഗ്രഹിക്കുന്നത്. ഇത് ഞങ്ങളുടെ പാഷനാണ്. ഞങ്ങൾക്ക് ഹൃദയത്തിൽ ദൈവം തന്നൊരു ആലോചനയാണ് ഞങ്ങൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നത്. ഫേസ് 2 ഞങ്ങളുടെ പ്രോജക്റ്റ് നെല്ലാടിലാണ് വരുന്നത്. ഫേസ് 3 എന്നുള്ളത് അതോടൊപ്പം തന്നെ കൂടിച്ചേർന്നിട്ടുള്ള ഒരു ഓർഫനേജും, പാവപ്പെട്ട നിലാരംബരായ ആരും നോക്കാനില്ലാത്ത ആൾക്കാരെ, പ്രത്യേകിച്ച് മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെല്ലാം നോക്കുന്ന ഒരു പ്രസ്ഥാനം. അതിൻ്റെ കൂടെ ഫേസ് 3ക്ക് വേണ്ടി ഞങ്ങൾ ദൈവകൃപയാൽ സ്ഥലം പ്രൊക്യൂർ ചെയ്തിട്ടിരിക്കുന്നു. ഫേസ് 3 വരെ പൂർത്തീകരിച്ചാൽ മാത്രമേ ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാവൂ. ഫേസ് 1ഉം 2ലും അപ്പുറം ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മയിലൊന്നാണ് ഫേസ് 3ൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ചെറിയൊരു സംരംഭം ഇത് ഒരു വിജയമായി തീരുവാൻ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുന്നു. ഇത് അനേകർക്കൊരു ആശ്രയമാകുവാൻ, അനേകം പേരുടെ കണ്ണീരൊപ്പുവാൻ, അനേകം പേർക്ക് മക്കളാകുവാൻ, സഹോദരന്മാരാകുവാൻ, സഹോദരിയാകുവാൻ ഒക്കെ കഴിയട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇവിടെ ജോയിൻ ചെയ്യുവാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അതിനു വേണ്ടിയിട്ടുള്ള കോണ്ടാക്റ്റ് നമ്പർ താഴെ കൊടുക്കാം.
അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഡോക്ടർ ചിപ്പിയാണ്, എൻ്റെ ഭാര്യയാണ്. ഞങ്ങളുടെ സാന്നിധ്യം എല്ലാ ദിവസവും ദൈവകൃപയാൽ അവിടെ ഉണ്ടാവും. എന്തുകൊണ്ട് താബോർ എന്ന ചോദ്യത്തിന് കുറച്ചുത്തരങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ തോന്നുന്നു. ഒന്ന്, ഡോക്ടർമാരുടെ മേൽനോട്ടത്തിലാണ് ഞങ്ങൾ ആരെങ്കിലും ഉണ്ടാവും. ഞാനും ചിപ്പിയും ഡോക്ടർ ബിന്ദിയയും അല്ലെങ്കിൽ ഡോക്ടർ റീച്ചൽ ആൻറ്റിയോ, ഞങ്ങൾ ആരെങ്കിലും എന്തായാലും അവിടെ സാന്നിധ്യം ഉണ്ടാവും. രണ്ട്, ഏറ്റവും ശാന്തമായിട്ടുള്ളൊരു സ്ഥലം. എല്ലാ മത ആലയങ്ങളുടെയും പള്ളിയും അമ്പലവും എല്ലാം അടുത്തടുത്ത് ഉള്ളൊരു സ്ഥലം, എയർപോർട്ടിന് വളരെ അടുത്തുള്ളൊരു സ്ഥലം. അതെല്ലാം താബോറിനെ വ്യത്യസ്തമാക്കുന്നു എന്ന് ഞങ്ങൾ കരുതുന്നു. എല്ലാവരോടും ഒരു വട്ടം കൂടി പ്രാർത്ഥനകളും ആശീർവാദവും യാചിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ.